ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഈ ദശകത്തിൽ 12 ശ്ലോകം ഉള്ളതിനാൽ ഇന്ന് നമുക്ക് 11ഉം 12ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 88 സന്താനഗോപാലം ശ്ലോകം 11. പ്രായേണ ദ്വാരവത്യാമവൃതദൈ തദാ നാരദസ്ത്വദ്രസാർദ്ധസ്തസ്മാലേപേ കദാചിത് ഖലു സുഹൃതനിധിസ്ത്വത്പിതാ തത്വബോധം ഭക്താനാമഗ്രയായി സ ച ഖലു മതിമാനുദ്ധവസ്ത്വത്തയേവ പ്രാപ്തോ വിജ്ഞാനസാരം സ കില ജനഹിതായാധുനാസ്തേ ബദര്യാം. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം: പ്രായേണ ദ്വാരവത്യാം അവൃതത് അയി തത് നാരദ സ്ത്വത് രസാർദ്ര തസ്മാത് ലേഭേ കദാചിത് ഖലു സുകൃതനിധി ത്വത്പിതാ തത്വബോധം ഭക്താനാം അഗ്രയായി സ ച ഖലു മതിമാൻ ഉദ്ധവ സ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാന സാരം സ കില ജനഹിതായാധുനാസ്തേ ബദര്യ. അർത്ഥം: ഐ അല്ലയോ ദേവ, തത് ആ കാലയളവിൽ, നാരദ മഹർഷി, ത്വദ്രസാർദ്ര അവിടുത്തെ ഭക്തിയിൽ മനസ്സുള്ളവനായി, പ്രായേണ മിക്കവാറും, ദ്വാരവത്യാം ദ്വാരകാ നഗരത്തിൽ, അവൃതത് താമസിച്ചു പോന്നു, സുകൃതനിധി പുണ്യനിധിയായ, ത്വത്പിത അങ്ങയുടെ അച്ഛൻ, കദാചിത് ഒരിക്കൽ, തസ്മാത് ആ നാരദനിൽ നിന്ന്, തത്വബോധം പരബ്രഹ്മജ്ഞാനത്തെ, ലേഭേ ഖലു നേടി, ഭക്താനാം ഭക്തന്മാരുടെ, അഗ്രയായി മുമ്പനും, മതിമാൻ ബുദ്ധിയേറിയവനുമായ, സ ആ, ഉദ്ധവ ച ഖലു ഉദ്ധവനും, ത്വത്ത ഏവ അങ്ങിൽ നിന്നു തന്നെ, വിജ്ഞാനസാരം ബ്രഹ്മജ്ഞാനം, പ്രാപ്ത നേടിയവനായി, സ ആ ഉദ്ധവൻ, അധുനാ ഇപ്പോൾ, ജനഹിതായ ലോകനന്മയ്ക്കു വേണ്ടി, ബദര്യാം ബദര്യാശ്രമത്തിൽ, അസ്തേ കില വസിക്കുന്നുണ്ടല്ലോ. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. പ്രായേണ ദ്വാരവത്യാം അവൃതദയി ചേർത്ത് ചൊല്ലുമ്പോൾ ദ്വാരവത്യാമവൃതദയി തത് നാരദസ്ത്വത് രസാർദ്ര ചേർത്ത് ചൊല്ലുമ്പം നാരദസ്ത്വദ്രസാർദ്ര ചേർത്ത് ചൊല്ലുമ്പോൾ ഇവിടെ തസ്മാലേഭേ എന്ന് വരും. അവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ തസ്മാത് എന്ന് മതി, തസ്മാലേഭേ അങ്ങനെ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത എന്ന് വേണം. ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കദാചിത് ഖലു ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. സുഹൃത നിധി സ്ത്വത്പിത ഇവിടെയും അതേപോലെ നിധി എന്നവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ത്വത്പിത എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത് അങ്ങനെ വേണം. സുഹൃത നിധി സ്ത്വത്പിത ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തത്വബോധം ഥം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭക്താനാമഗ്രയായി ഭക്താനാം അഗ്രയായി ചേർത്തിട്ടാണ് ഭക്താനാമഗ്രയായി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ ച ഖലു മതിമാൻ ഉദ്ധവസ്ത്വത്ത ചേർത്ത് ചൊല്ലുമ്പം ഖലു മതിമാനുദ്ധവസ്ത്വത്ത ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഏവ പ്രാപ്തോ വിജ്ഞാനസാരം ജ്ഞ എന്നുള്ള ജ ജ്ഞ സ കില ജനഹിതായ അധുന അസ്തേ ചേർത്ത് ചൊല്ലുമ്പോൾ ജനഹിതായാധുനാസ്തേ
ബദര്യാം ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അധുന എന്നുള്ളതിൻ്റെ ഥൂന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രായേണ ദ്വാരവത്യാമവൃതദൈ തത് നാരദസ്തുദ്രസാർദ്രസ്തസ്മാലേഭേ കഥാചിത് ഖലു സുഹൃതനിധിസ്തുത്പിതാ തത്വബോധം ഭക്താനാമഗ്രയായി സ ച ഖലു മതിമാനുദ്ധവസ്ത്വത്തയേവ പ്രാപ്തോ വിജ്ഞാനസാരം സ കില ജനഹിതായാധുനാസ്തേ ബദര്യാം. അടുത്തത് 12ാമത്തെ ശ്ലോകം. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈർ അശ്രമൈർയോഗഭേദൈ ആർത്തിം തീർത്വാ സമസ്താമമൃതപദമഗുഃ സർവദഃ സർവലോകാഃ സത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദ ഭീതിസ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിർ അതുലൈർ അശ്രമൈർ യോഗഭേദൈ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദം അഗുഃ സർവദഃ സർവലോകാഃ സത്വം വിശ്വാർത്തി ശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാ. അർത്ഥം: വിഭോ പ്രഭോ തവ അങ്ങയുടെ, സ അയം അങ്ങനെയുള്ള ഈ കൃഷ്ണാവതാരം ജയതി സർവോത്കർഷേണ വർത്തിക്കുന്നു, യത്ര യാതൊന്നിൽ, സർവലോകാ എല്ലാവരും, സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭി സൗഹാർദ്ദം, ഭയം, സ്നേഹം, ദ്വേഷം, രാഗം തുടങ്ങിയ അതുലൈ അതുല്യങ്ങളായ, അശ്രമൈ ശ്രമമില്ലാത്ത, യോഗഭേദൈ യോഗഭേദങ്ങൾ കൊണ്ട്, സർവദാ എല്ലായിടത്തും, സമസ്താം മുഴുവനും, ആർത്തിം ദുഃഖം, തീർത്വ കടന്നിട്ട്, അമൃതപദം മോക്ഷപദം, അഗുഃ പ്രാപിച്ചു, പവനപുരപതേ ഗുരുവായൂരപ്പ, സ ആ ത്വം അങ്ങ്, വിശ്വാർത്തിശാന്ത്यै ലോക ദുഃഖശമനത്തിനായി, ഭക്തിപൂർത്യൈച്ച ഭക്തി വളരുന്നതിനു വേണ്ടി, ഭൂയാ ആയിത്തീരണമേ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സ അയം സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. യത്ര സൗഹാർദ്ദ, ദ എന്നുള്ളത് മദ്ദളം എന്നൊക്കെയുള്ളതിലത്തെ ദ എന്ന് മെല്ലെ നൂന്നി പറയണം. ഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിർ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രഭൃതി എന്നുള്ളതിൻ്റെ ഭ്രെന്നും ഭിർ എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുലൈർ അശ്രമൈർ യോഗഭേദൈ അവിടെ വിസർഗം. ആർത്തിം തീർത്വാ സമസ്താം അമൃതപദം അഗുഃ സർവദഃ. അഗുഃ എന്ന് അവിടെ അമൃതപദമഗുഃ എന്ന് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സർവദ എന്നുള്ളതിന് ഒരു സാ മതി. ചേർത്ത് ചൊല്ലുമ്പം 2 സാന്ന് വേണം. സർവദ അവിടെയും വിസർഗം. സർവലോകാ അപ്പോൾ സർവ എന്നുള്ളതിന് ഒരു സാന്ന് മതി വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ. ചേർത്ത് ചൊല്ലുമ്പം സർവദ സർവലോകാ അങ്ങനെ ചൊല്ലണം. നീട്ടിയിട്ട് വിസർഗം. സ ത്വം വിശ്വാർത്തി ശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ച ഭൂയാ നീട്ടിയിട്ട് വിസർഗം. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം.
सोऽयं कृष्णावतारो जयति तव विभो यत्र सौहार्दभीतिस्नेहद्वेषानुरागप्रभृतिभिरतुलैर् आर्तिं तीर्त्वा समस्ताममृतपदमगुः सर्वदः सर्वलोकाः सत्त्वं विश्वार्तिशान्त्यै पवनपुरपते भक्तिपूर्त्यै च भूयाः हरिनारायण गोविन्द जय नारायण गोविन्द हरिनारायण जय नारायण गोविन्द गोविन्द गोविन्द